വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്ന് ഒരു പരിപ്പ് കറി ഉണ്ടാക്കാവേ. ഇത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് ഒരു നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചേക്കണേ. തലേന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുക്കറിലിട്ട് ഒരു 2 വിസിലൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അല്ല അപ്പോൾ തലേന്ന് കുതിർക്കാൻ വെച്ചില്ലെങ്കിൽ ഇതൊരു 4-5 വിസിലെങ്കിലും വേണം. കാരണം ഇത് നന്നായിട്ട് വേവണം. കടലപ്പരിപ്പാകുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള പരിപ്പല്ലേ, അപ്പോൾ അത് നന്നായിട്ട് വേവണം, നന്നായിട്ട് വെന്ത് വരണേ. പിന്നെ അതിനേക്ക് ആവശ്യമായിട്ടുള്ളത്, ഇവിടെ ഞാൻ മുരിങ്ങയില എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പാലക്ക് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ പരിപ്പും പാലക്കും കൂടെ ആകണേ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഇലയും കൂടെ നമ്മൾ ചേർക്കുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ ഹെൽത്തിന്. അതുകൊണ്ടാണ് ഞാനൊരു ഇലയും കൂടെ ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഇപ്പം മുരിങ്ങയിലയാണ് ഉള്ളത്. അപ്പം പരിപ്പും മുരിങ്ങയിലയും കൂടി ഇട്ട് ഇതുപോലെ വെച്ചാൽ നല്ലതാണ്. ചോറിനും ചപ്പാത്തിക്കും വളരെ നല്ലൊരു കോമ്പിനേഷനുള്ള കറിയാണിത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു ടൊമാറ്റോ, 2 പച്ചമുളക്, ഒരു 5 വറ്റൽമുളക് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. പിന്നെ സവോള, ഇത് 3ഉം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. പിന്നെ ഇത് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് ആ ഒരു ചില്ലി ഫ്ലേക്സും ഇല്ലേ അതുപോലെ ആക്കി എടുക്കണേ. ഇനിയിപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ കടല കുക്കറിലിട്ട് ഒരു 5 വിസിലെങ്കിലും വേണം. എന്നിട്ട് അത് നോക്കുക, ഉപ്പിട്ട് വേവിക്കണേ. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് വേണം ഈ പരിപ്പ് വേവിക്കാൻ. കാരണം ആ വെള്ളം പിന്നീട് നമുക്ക് ഈ കറിക്ക് യൂസ് ചെയ്യാവേ. അപ്പോൾ ആദ്യം ഇത് ഞാനൊന്ന് കുക്കറിലിട്ട് വേവിച്ചുകൊണ്ട് വരാം. ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ കേട്ടോ. കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സവോളയും പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ സവോള ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നെടുക്കണേ. ഇതിലേക്ക് നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഈ പരിപ്പ് മാത്രം ഇട്ട് നമ്മൾ ഇതുപോലെ ദാൽ ഫ്രൈ എന്നും പറഞ്ഞുകൊണ്ടുണ്ടാക്കും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കിട്ടത്തില്ലേ ദാൽ ഫ്രൈ പരിപ്പ് കറി, അത് ഈ പരിപ്പ് മാത്രം ഈ സെയിം മെത്തേഡിൽ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു ചീര ഐറ്റവും കൂടെ ചേർക്കുവേ. അപ്പോൾ നമ്മുടെ ഹെൽത്തിന് അത് വളരെ നല്ലതാണ്, നല്ല ഗുണമുള്ള സാധനമല്ലേ. അപ്പോൾ പാലക്കോ അല്ലെങ്കിൽ മുരിങ്ങയിലയോ എന്തെങ്കിലും കൂടെ അതിനകത്ത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ മുരിങ്ങയിലയും കൂടെ ചേർക്കണേ. പാലക്ക ഉണ്ടെങ്കിൽ ഈ സമയത്ത് പാലക്ക് ചേർക്കണം. എന്നിട്ട് ഇത് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് ഫ്രൈ ആകണം. സാധാരണ ഈ സമയത്ത് നമ്മൾ ഇലയ്ക്കുള്ള ഒരു സ്വല്പം ഉപ്പും കൂടെ ആഡ് ചെയ്യും. പക്ഷേ ഞാൻ ഇവിടെ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരിപ്പ് വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിനകത്ത് കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉപ്പിട്ടിട്ട് ആ വെള്ളം കൂടെ ഒഴിക്കുമ്പം ഉപ്പ് കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉപ്പ് കൂടിപ്പോയാൽ കറിയുടെ ടേസ്റ്റ് മുഴുവൻ പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അത് ആ വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞ് ഉപ്പില്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒരു സ്വല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇലയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഈ ഒരു സ്വല്പം കാശ്മീരി മുളക് പൊടി സ്വല്പമേ ഉള്ളൂ, ചെറിയൊരു സ്പൂണിന് 1/2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ ഞാൻ. ചെറിയൊരു കളർ വരട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് ആ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആ വറ്റൽമുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെയും കൂടെ ആ ഒരു പച്ച ശോഭയുണ്ടല്ലോ അതൊന്ന് മാറണം ഈ മുളകിൻ്റെ. അപ്പം നമ്മളൊരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട്. ഫ്രഷ് കറിവേപ്പില കിട്ടുവാണെങ്കിൽ എപ്പോഴും അതാണ് നല്ലത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാം, ഒരു ടൊമാറ്റോ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടെ ഒന്ന് കിടന്നൊന്ന് കുക്കാകണം. നമ്മുടെ നാട്ടിലാണ് ഈ മുരിങ്ങയിലയൊക്കെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലേ. ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ പൈസ കൊടുത്ത് വേണം മേടിക്കാൻ. അവിടെയൊക്കെ ചെന്നാൽ അങ്ങനെയാ, ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ ചെന്ന് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വേണം മേടിക്കാൻ. അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ വില അറിയുന്നത് അല്ലേ. നമ്മുടെ നാട്ടിലുള്ളപ്പോൾ നമുക്കത് ഉപയോഗിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച്, സിമ്മിലാണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത്, അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഇങ്ങനെ അതൊന്ന് ആ ടൊമാറ്റോ ഒന്ന് കുക്കാകണേ. നമ്മളിത് ഇവിടെ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റായേ. ഇനി നമുക്കിതിലേക്ക് ആ പരിപ്പ് വെന്തില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വെന്തത് ഞാൻ ഈ സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തായിരുന്നേ. ആ വെള്ളവും പരിപ്പും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കും. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാവേ. അതങ്ങ് ഭയങ്കരമായിട്ടങ്ങ് നേരത്തെ ആ ഒഴിച്ചപ്പം കണ്ടതുപോലല്ല, ഇച്ചിരി ഒന്ന് ലൂസാകണം. കാരണം നമ്മളിത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ
കഴിക്കാനുള്ളതാണ്. ഈ പരിപ്പ് കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കുറുകി വരുവേ. കണ്ടോ, ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കുറുകും. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടന്നൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ആ എരിവും തക്കാളി എല്ലാം ഒന്ന് വെന്ത് നന്നായിട്ട് വരണം കേട്ടോ. നമ്മൾ ആ ഇലയ്ക്കൊന്നും ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നല്ലോ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഫ്ലെയിം ഒന്ന് ഇച്ചിരി കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് വെന്ത് വരണം. നല്ല കറിയാണ് കേട്ടോ ഇത്. ചോറിനും ചപ്പാത്തിക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. അടച്ചു വെക്കണമെന്നില്ല, അത് തുറന്ന് കിടന്ന് ഇങ്ങനെ വെന്താലും മതി. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളച്ചൊന്ന് വരണം. അപ്പോഴത്തേനും നമുക്ക് കഴിക്കാനുള്ള ഒരു പാകത്തിലുള്ള കുറുകലാവും. ഇപ്പം ഇച്ചിരി ലൂസായിട്ട് നമുക്ക് തോന്നത്തില്ലേ, തണുത്ത് കഴിയുമ്പോഴത്തേന് കുറച്ചുകൂടെ കുറുകി സെറ്റായിട്ട് വരും. ഇനി ഒരു 2 മിനിറ്റ് കഴിയട്ടെ, നമുക്ക് നോക്കാം. നമ്മുടെ ഈ കറി ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്തേക്കാവേ. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു, അയലയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒരു സ്വല്പം എരിവൊക്കെ ഉണ്ട്, കാരണം നമ്മൾ 5 വറ്റൽമുളകും 2 പച്ചമുളകും സ്വല്പം കാശ്മീരി ചില്ലി, തീരെ അങ്ങ് എരിവില്ലാതിരുന്നാൽ കൊള്ളത്തില്ല. എന്ന് വെച്ചാൽ ഭയങ്കര എരിവല്ല കേട്ടോ, ഒരു മീഡിയം എരിവാണിത്. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകും. നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റിയാൽ മതി. നമ്മുടെ മുരിങ്ങയിലിട്ട ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പാലക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും മുരിങ്ങയിലേക്ക് പകരം പാലക്ക വേണേലും ഇടാം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. നല്ല ഫൈബറും ഈ അയണൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഈ മുരിങ്ങയിലക്കകത്ത്. ബ്ലഡൊക്കെ കുറവുള്ളവർക്ക് ഡോക്ടേഴ്സ് എപ്പോഴും പറയത്തില്ലേ, ഇലക്കറികൾ കഴിക്കണം. അതിലേറ്റവും നല്ലത് ഈ മുരിങ്ങയിലയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനമാണെന്ന് പറഞ്ഞാൽ അതിനെ വില കുറച്ചൊട്ടും കാണരുത്. നിങ്ങളിത് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്